ആസിഡ് ആക്രമണങ്ങളിൽ കർശന ശിക്ഷ വേണമെന്ന് സുപ്രീം കോടതി. നഷ്ടപരിഹാരത്തിനായി കുറ്റവാളിയുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും നിർദ്ദേശം. കെട്ടിക്കിടക്കുന്ന ആസിഡ് ആക്രമണ കേസുകളുടെ കണക്കെടുക്കാനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിർദ്ദേശം നൽകി. ഡി ധനസുമോദുണ്ട് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ധനസുമോദ്, ആസിഡ് ആക്രമണം നേരിട്ട ഒരു ഇരയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് അത് ശാരീരികമായും മാനസികമായും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സങ്കീർണതകളുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം എന്നത് തുടർ ചികിത്സയ്ക്ക് പോലും മതിയാകാത്ത രീതിയിലുള്ളൊരു തുകയാണ്. ഈ അവസരത്തിൽ ഈ കുറ്റവാളികൾക്കെതിരായ നടപടി കർശനമാക്കുകയാണോ സുപ്രീം കോടതി? സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാരിയായിട്ടുള്ള ഷഹീൻ മാലിക് നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു. അവർ ഇതിനകം തന്നെ 15ഓളം ശസ്ത്രക്രിയയാണ് അവർക്ക് ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല അവരുടെ കേസ്, അവരുടെ ഹർജി ഹൈക്കോടതിയിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. വർഷങ്ങളായി നീണ്ട രീതിയിൽ പല കോടതിയിലും ഇതുതന്നെയാണ് അവസ്ഥ. അതിന് ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് ഉത്തർപ്രദേശിൽ 198 കേസുകളും വെസ്റ്റ് ബംഗാളിൽ 60 കേസുകളും ഗുജറാത്തിൽ 114, ബീഹാറിൽ 68, മഹാരാഷ്ട്രയിൽ 58 എന്നിങ്ങനെയാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നത്. അത് സാധാരണ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നഷ്ടപരിഹാരം പോലും കൃത്യമായി നൽകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി കോടതിയിൽ ബോധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റവാളികളുടെ സ്വത്തുക്കൾ എന്തുകൊണ്ട് കണ്ടുകെട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചോദിച്ചത്. മാത്രമല്ല ആസിഡ് ആക്രമണങ്ങളിൽ കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണം വേണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കേസിന്റെ സ്റ്റാറ്റസുകൾ കൃത്യമായി എല്ലാ ഹൈക്കോടതികളിലും അറിയിക്കണം. ഇതിനുവേണ്ടി 4 ആഴ്ചയാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്.